ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. നിഫ്റ്റി 231 പോയിന്റ് ഉയർന്ന് 19,675-ലും ബാങ്ക് നിഫ്റ്റി 0.71% ഉയർന്ന് 44,201-ലും നിഫ്റ്റി മിഡ് ക്യാപ് സ്മാൾ ക്യാപ് ഇൻഡെക്സുകൾ 1% മുകളിലുമാണ് ക്ലോസിംഗ് നൽകിയത്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 1320ഓളം സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെന്റം ഇന്ന് പ്രകടമായിരുന്നു. ആദ്യം തന്നെ ഇന്ന് മാർക്കറ്റിൽ വന്ന റാലിക്ക് പിന്നിലെ പ്രധാന കാരണം മനസ്സിലാക്കാം. ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് ഔട്ട് പെർഫോം ചെയ്തതിന് പിന്നിലെ പ്രധാന കാരണം ഗ്ലോബൽ ക്യൂസ് തന്നെയായിരുന്നു. പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസ് രാവിലെ മുതൽ ദൃശ്യമായിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഇൻഫ്ലേഷൻ മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാൾ താഴ്ന്ന ലെവലിൽ വന്നതുമൂലം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഒക്ടോബർ മാസത്തിൽ 3.3% ഇൻഫ്ലേഷനായിരുന്നു അമേരിക്ക പ്രതീക്ഷിച്ചത്. എന്നാൽ ഒക്ടോബർ മാസത്തിൽ ഇൻഫ്ലേഷൻ 3.2%-ലേക്ക് ഇടിഞ്ഞു. സെപ്റ്റംബർ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇൻഫ്ലേഷൻ 3.7%-ൽ നിന്നും 3.2%-ലേക്കാണ് ഇടിഞ്ഞത്. ഇൻഫ്ലേഷൻ ഇടിയുന്നത് ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ക്യാമ്പയിൻ അവസാനിക്കുന്നതിന് കാരണമാകുമെന്നാണ് മാർക്കറ്റ് വിശ്വസിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഗ്ലോബൽ ക്യൂസ് ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു സൂചനയും നമ്മൾക്ക് ഇന്ന് കാണാൻ സാധിച്ചു. ഇതോടൊപ്പം തന്നെ അമേരിക്കയിലെ പല ഇൻഡെക്സുകളും കറക്ഷൻ ടെറിട്ടറിയിൽ നിന്നും പുറത്തു കടന്നു. പ്രത്യേകിച്ചും നാസ്ഡാക്ക് എന്ന ഇൻഡെക്സ്. അമേരിക്കയുടെ 10 വർഷത്തെ ട്രഷറി ഈൽഡ് 20 ബേസിസ് പോയിന്റ് ഇടിയുകയും ഡോളർ ഇൻഡെക്സിൽ ഗണ്യമായ ഇടിവ് വരികയും ചെയ്തു. ഇന്ത്യയുടെ എക്കോണമിയിലും നമ്മൾക്ക് പോസിറ്റീവ് ഫാക്ടുകൾ കാണാൻ സാധിക്കും. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ RBIയുടെ അപ്പർ ലിമിറ്റായ 6%-നും താഴെയാണ്. ജൂൺ മാസത്തിനു ശേഷം ആദ്യമായി 5%-ന് താഴെ ഇൻഫ്ലേഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഒക്ടോബർ മാസത്തിലെ ഇൻഫ്ലേഷൻ 4.87%. ഇതോടൊപ്പം തന്നെ ഇൻഡെക്സിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള IT സെക്ടറിലെ സ്റ്റോക്കുകൾ ഔട്ട് പെർഫോം ചെയ്തതും ഇന്ന് ഇൻഡെക്സ് ഉയരുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി. IT ഇൻഡെക്സ് 2.6% ഉയർന്നു. ടെക് മഹീന്ദ്ര, ഇൻഫോസിസ്, TCS പോലുള്ള സ്റ്റോക്കുകൾ 2 മുതൽ 4% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. മെറ്റൽ സ്റ്റോക്കുകളിലും ഇന്ന് ബൈയിങ് മൊമെന്റം പ്രകടമായിരുന്നു. ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ, ഹിന്ദുസ്ഥാൻ സിങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകുകയും മെറ്റൽ ഇൻഡെക്സ് 1% ഹയർ സൈഡിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഒക്ടോബർ മാസത്തിൽ വളരെ വലിയ വോളറ്റിലിറ്റി നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഇൻഡെക്സ് അതിന്റെ പ്രധാന സപ്പോർട്ടായ 19,050 വരെ എത്തുകയും അതിനുശേഷം ഉയർന്ന റിക്കവറി കാഴ്ചവെക്കുകയും ചെയ്തു. ഈ സമയത്ത് ഒക്ടോബർ മാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ വളരെ കോഷ്യസ് ആയിട്ടുള്ള സ്റ്റോക്ക് സെലക്ഷൻ അപ്രോച്ച് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഇന്ത്യയിലെ ടോപ്പ് 10 മ്യൂച്വൽ ഫണ്ടുകൾ ഈ മാസത്തിൽ ഏതൊക്കെ സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുത്തു, ഏതൊക്കെ സ്റ്റോക്കുകളെ പൂർണ്ണമായും ഒഴിവാക്കി എന്ന ഡേറ്റ പരിശോധിക്കാം. ആദ്യം SBI മ്യൂച്വൽ ഫണ്ട്. SBI മ്യൂച്വൽ ഫണ്ട് ജുബിലന്റ് ഫുഡ് വർക്ക്സ്, കാനറ ബാങ്ക്, ശ്രീ സിമന്റ് തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് സെപ്റ്റംബർ മാസത്തിൽ ആഡ് ചെയ്തത്. അതേസമയം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആക്സിസ് ബാങ്ക്, ടിംഗൺ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളെ സെൽ ചെയ്തു. നസാര ടെക്നോളജീസ്, ഡോക്ടർ ലാൽപത് ലാബ്, സുന്ദരം ഫാസ്റ്റ്നേഴ്സ് തുടങ്ങിയ കമ്പനികളിൽ ഫ്രഷ് പൊസിഷൻ എടുത്തു. അലംബിക് ഫാർമ, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് പ്രോജക്ട്സ് തുടങ്ങിയ സ്റ്റോക്കുകളെ പൂർണ്ണമായും ഒഴിവാക്കി. ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ICICI ബാങ്ക്, സിഎൻജിൻ ഇന്റർനാഷണൽ തുടങ്ങിയ സ്റ്റോക്കുകളിലാണ് ബൈയിങ് നടത്തിയത്. ചോളമണ്ഡലം ഫിനാൻസ് ഹോൾഡിംഗ്, കോൾ ഇന്ത്യ, LIC തുടങ്ങിയ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് നടത്തി. പെട്രോനെറ്റ് LNG, കാൻഫിൻ ഹോംസ്, ലക്ഷ്മി ഓർഗാനിക് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളിലാണ് ഫ്രഷ് പൊസിഷൻ എടുത്തത്. പ്രിൻസ് പൈപ്പ് ആൻഡ് ഫിറ്റിംഗ്സ്, റെയിൻബോ ചിൽഡ്രൻസ് മെഡിക്കെയർ, സെഞ്ചുറി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളെ പൂർണ്ണമായി മ്യൂച്വൽ ഫണ്ട്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അപ്പോളോ ഹോസ്പിറ്റൽ എന്റർപ്രൈസസ് തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് ഇപ്രാവശ്യം ആഡ് ചെയ്തത്. ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനി, ONGC, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് നടത്തി. അയണോക്സ് വിൻഡ്, ഫൈസർ, തൈറോകെയർ ടെക്നോളജീസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഫ്രഷ് പൊസിഷൻ എടുക്കുകയും ബജാജ് ഫിൻസർവ് എന്ന സ്റ്റോക്കിൽ നിന്നും കംപ്ലീറ്റ്ലി എക്സിറ്റ് ആവുകയും ചെയ്തു. നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്, HDFC ബാങ്ക്, ICICI ബാങ്ക്, ഭാരതി എയർടെൽ തുടങ്ങിയ സ്റ്റോക്കുകളിലാണ് ബൈയിങ് നടത്തിയത്. ബാങ്ക് ഓഫ് ബറോഡ, L&T, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് നടത്തി. ഇൻഡസ് ടവർ, നാഷണൽ അലൂമിനിയം കോർപ്പറേഷൻ, ഭാരത് ഡൈനാമിക്സ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഫ്രഷ് പൊസിഷൻ എടുക്കുകയും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, NMDC, സുപ്രിയ ലൈഫ് സയൻസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. UTI മ്യൂച്വൽ ഫണ്ട്,
കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ഓയിൽ ഇന്ത്യ, സുന്ദരം ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളെ വാങ്ങി. മാരുതി സുസുക്കി ഇന്ത്യ, ICICI ബാങ്ക്, സുസിലോൺ എനർജി തുടങ്ങിയ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് നടത്തി. സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസസ്, 197 കമ്മ്യൂണിക്കേഷൻ, GMM ഫോൾഡർ തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഫ്രഷ് ബൈയിങ് നടത്തുകയും SBI കാർഡ് ആൻഡ് പേയ്മെന്റ് സർവീസ്, മിൻഡ കോർപ്പറേഷൻ, ഓറിയന്റ് ഇലക്ട്രിക് തുടങ്ങിയ സ്റ്റോക്കുകളിൽ പൂർണ്ണമായും സെല്ലിംഗ് നടത്തുകയും ചെയ്തു. കൊട്ടക് മ്യൂച്വൽ ഫണ്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ, സൊമാറ്റോ, NTPC തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബൈയിങ് നടത്തി. L&T, റിലയൻസ് ഇൻഡസ്ട്രീസ്, അപ്പോളോ ടയർ തുടങ്ങിയ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് നടത്തി. ഉത്കർഷ് സ്മാൾ ഫിനാൻസ് ബാങ്കിലും ഐഡിയ ഫോർജ് ടെക്നോളജി എന്ന സ്റ്റോക്കിലും കൊട്ടക് മ്യൂച്വൽ ഫണ്ട് കംപ്ലീറ്റ് എക്സിറ്റ് ചെയ്തു. ആക്സിസ് മ്യൂച്വൽ ഫണ്ട്, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ്, ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ, ഫീനിക്സ് മിൽ തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബൈയിങ് നടത്തി. ബജാജ് ഫിനാൻസ്, അവന്യൂ സൂപ്പർമാർട്ട്, ICICI ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് നടത്തി. ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, SRF തുടങ്ങിയ സ്റ്റോക്കുകളിൽ നിന്നും ആക്സിസ് മ്യൂച്വൽ ഫണ്ട് പൂർണ്ണമായും എക്സിറ്റ് നടത്തുകയും ഡിക്സൺ ടെക്നോളജി, സുവീൻ ഫാർമസ്യൂട്ടിക്കൽ, ഗ്രാസിം ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുക്കുകയും ചെയ്തു. ആദിത്യ ബിർള സൺ ലൈഫ് മ്യൂച്വൽ ഫണ്ട്, TVS ഹോൾഡിംഗ്, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനി, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളെ വാങ്ങിയിട്ടുണ്ട്. L&T, HDFC ബാങ്ക്, ബന്ധൻ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് നടത്തി. പവർ മെക് പ്രോജക്ട്സ്, ഇന്ത്യ മാർട്ട് ഇന്റർമേഷ്, വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡ് ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ആദിത്യ ബിർള സൺ ലൈഫ് മ്യൂച്വൽ ഫണ്ട് ഫ്രഷ് പൊസിഷൻ എടുത്തു. SRF, ഉജ്ജീവൻ സ്മാൾ ഫിനാൻസ് ബാങ്ക്, ഇൻഡോകോർ റെമഡീസ്, ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളെ ആദിത്യ ബിർള സൺ ലൈഫ് മ്യൂച്വൽ ഫണ്ട് സെൽ ചെയ്യുകയും ചെയ്തു. DSP മ്യൂച്വൽ ഫണ്ട്, അപ്പാർ ഇൻഡസ്ട്രീസ്, ഗെയിൽ, വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബൈയിങ് നടത്തി. ജുബിലന്റ് ഫുഡ് വർക്ക്, KPR മിൽ, പവർ ഫിനാൻസ് കോർപ്പറേഷൻ തുടങ്ങിയ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് നടത്തി. ഗോദാവരി പവർ ആൻഡ് ഇസ്പാട്ട്, CIE ഓട്ടോമോട്ടീവ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളിലാണ് DSP മ്യൂച്വൽ ഫണ്ട് ഫ്രഷ് പൊസിഷൻ എടുത്തിരിക്കുന്നത്. ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ എന്ന സ്റ്റോക്കിൽ നിന്നും പൂർണ്ണമായും എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. ടാറ്റ മ്യൂച്വൽ ഫണ്ട്, PB ഫിൻടെക്, HDFC ബാങ്ക്, സൊമാറ്റോ തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബൈയിങ് നടത്തി. കോഫോർജ്, ഭാരതി എയർടെൽ, ഡാബർ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് നടത്തി. ആരതി ഇൻഡസ്ട്രീസ്, മാരുതി സുസുക്കി ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഫ്രഷ് ബൈയിങ് ആരംഭിക്കുകയും ഓയിൽ ഇന്ത്യ, ONGC, ബയർ കോർപ്പ് സയൻസ് തുടങ്ങിയ സ്റ്റോക്കുകളെ പൂർണ്ണമായും എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഡേറ്റ അനുസരിച്ച് ഇൻവെസ്റ്റേഴ്സിനും വരും സമയങ്ങളിൽ ഏതൊക്കെ സ്റ്റോക്കുകളിൽ ബൈയിങ് സെല്ലിംഗ് മൊമെന്റം ഉണ്ടാകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.